സമാശ്വാസ പദ്ധതിയിൽ നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള കണ്ടിന്യൂഷനാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. അതിൽ ഫസ്റ്റ് വണ്ണം സമാശ്വാസമാണ്. സമാശ്വാസ പദ്ധതിയിൽ 4 എണ്ണം വരുന്നുണ്ട്. സമാശ്വാസ പദ്ധതി 1 വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് BPL കാർഡുകാർക്ക് 1100 രൂപയാണ് ധനസഹായം നൽകുന്നത്. രണ്ടാമത്തത് സമാശ്വാസ പദ്ധതി 2 വൃക്ക, കരൾ പോലുള്ള ശസ്ത്രക്രിയ, മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള രോഗികൾ, അത് 5 വർഷം വരെയാണ് ധനസഹായം നൽകുന്നത്. 1000 രൂപയാണ് ധനസഹായം കൊടുക്കുന്നത്. പിന്നെ വരുന്നത് മൂന്നാമത്തത് സമാശ്വാസ പദ്ധതി 3 ഹീമോഫീലിയയാണ്. അത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടറുകളായിട്ടുള്ള 8, 9, 11, 13 പോലുള്ള എന്നിവയുടെ കുറവ് മൂലം ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചിട്ടുള്ളവർക്ക് വരുമാന പരിധി ബാധകമാക്കാതെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണിത് കേട്ടോ. ഇതിൽ 1000 രൂപയാണ് ധനസഹായം നൽകുന്നത്. ഇനി നാലാമത്തെ സമാശ്വാസ പദ്ധതി അത് സംസ്ഥാനത്ത് അരിവാൾ രോഗം ബാധിച്ചിട്ടുള്ള, ഇതിൽ പട്ടികവർഗക്കാരാവണം എന്നില്ല. എന്താ വരുന്നത്? പട്ടിക വർഗക്കാരല്ലാത്തവർക്കാണ്. ഈ പദ്ധതി ലഭിക്കുക. ഇതിൽ എത്ര രൂപയാണ്? 2000 രൂപയാണ് ധനസഹായം ലഭിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആരോഗ്യക്ഷേമ പദ്ധതിയിൽ സമാശ്വാസ പദ്ധതിയിൽ കിട്ടുന്നത് കേട്ടോ.